ലാവണ്യ ചെന്ന് അശ്വിനോട് പറയുന്നുണ്ട്, അശ്വിൻ, ആ കാർട്ടൂൺ ബേബിയെ വെച്ച് എടുത്ത ഒരു ഫോട്ടോഷൂട്ടും ശരിയായിട്ടില്ല, നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഫോട്ടോ എടുക്കാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അശ്വിൻ ഒരുപാട് സന്തോഷക്കാവുന്നുണ്ട്. ലാവണ്യ അശ്വിനുമായി അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി അശ്വിന്റെ ക്യാബിലേക്ക് വരികയാണ്. ഡോറിൽ തട്ടുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല. അങ്ങനെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ എന്തിനു പേടിക്കണം, എനിക്ക് നേരിട്ട് തന്നെ ചെന്ന് ചോദിച്ചൂടെ എന്ന് വിചാരിച്ച് ശ്രുതി അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അശ്വിനും ലാവണ്യക്കും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ലാവണ്യ ചോദിക്കുന്നുണ്ട്, എന്താ കാർട്ടൂൺ ബേബി, നിനക്കൊരു മാനേഴ്സ് ഇല്ലേ, ഡോറിലൊന്ന് മുട്ടിയിട്ട് വന്നൂടെ എന്നൊക്കെ ലാവണ്യയും അശ്വിനും ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഡോറിൽ മുട്ടിയിരുന്നു സർ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ എന്താ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അശ്വിൻ പറയുകയാണ്, ആര് പറഞ്ഞു നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന്? ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ജോലിയെല്ലാം കഴിഞ്ഞുവല്ല, ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, ഇപ്പോൾ 7 o'clock ആയി എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, സമയത്തിലല്ല പ്രാധാന്യം, ജോലിക്കാണ് ഇവിടെ പ്രാധാന്യം. ഇപ്പോൾ കുറെ ക്ലയന്റ് വരുന്നുണ്ട്, അവരെ മീറ്റ് ചെയ്യണം, അതുകൊണ്ട് നീ കാർ പാർക്കിംഗ് പോയി അവരെ മീറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇത് കേട്ടിട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. പറ്റില്ലെങ്കിൽ നീ റിസൈൻ ചെയ്ത് ഇപ്പോൾ തന്നെ പോയിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ലാവണ്യക്ക് ചിരി വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി ദേഷ്യം കൊണ്ട് അശ്വിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി താഴേക്ക് പോവുകയാണ്. ശ്രുതിയെ കാണാത്ത വിഷമത്തിൽ പ്രീതിയും അമ്മായും അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. പറയുന്നുണ്ട്, ആ തല തെറിച്ച പെണ്ണ് കാരണം എന്നും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം അവൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എൻ്റെ കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രീതി പറയുന്നുണ്ടെങ്കിലും അമ്മായി അത് കേൾക്കുന്നില്ല. അപ്പോഴാണ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത്. ശ്യാമിനോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാം ശ്രുതിയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. ആ മഴയത്ത് നിന്നും ശ്രുതി ക്ലയന്റിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. ഒരു ക്ലയന്റ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് റൂളാണ്, ഒരു പെൺകുട്ടിയാണോ ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്? അപ്പോഴാണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ജോലി റൂളൊക്കെ കേട്ട് അവരാകെ ഞെട്ടി നിൽക്കുകയാണ്, വല്ലാത്ത റൂള് തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി വന്ന് ഇടിക്കാൻ നിൽക്കുമ്പോൾ ശ്രുതിയെ പിടിച്ച് അശ്വിൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ശ്രുതി അശ്വിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ആ മഴയത്ത്. അങ്ങനെ അശ്വിൻ കാണുന്ന ശ്രുതി പെട്ടെന്ന് തന്നെ ഞെട്ടി നോക്കുമ്പോൾ അശ്വിൻ പിടിച്ച് ശ്രുതിയെ പിടിച്ച് തള്ളുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ഓഫീസിലെ ഈ സ്ഥാപനത്തിലെ മാനം കളയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ആ കോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ കോട്ട് വേണ്ട സർ, ക്ഷമിക്കണം സർ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അശ്വിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. മഴ നനഞ്ഞ് വിറച്ച് പേടിച്ച് ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആകാശ് കൊടയുമായി ശ്രുതിക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത്.